ഇതും ഇനി 5ാം ക്ലാസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ അവൾ ആ ടി.സി. ഒക്കെ വാങ്ങിയിട്ട് അവൾ ഇതുവരെ പഠിച്ചിരുന്ന ക്ലാസ് സ്കൂളിൽ 4 വരെ ഉള്ളൂ. എൽ.കെ.ജി മുതലേ 4 വരെ കേട്ടോ. അപ്പോൾ അവിടെ 6 വർഷമൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇനി 5ാം ക്ലാസ്സിലേക്ക് ചേർത്താൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. അപ്പോൾ ഇന്നലെ തന്നെ അവളുടെ സ്കൂളിൽ പോയിട്ട് ടി.സി. ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇന്ന് ഒരു 9:30 മുതൽ 12:30 വരെ ഉള്ളൂ സ്കൂളിൽ സമയം. അതിന് മുന്നേ വന്നിട്ട് ടി.സി. ഒക്കെ കൊടുത്ത് ചേരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉളപ്പനെ ചെയ്യും. ഞാൻ ഇതിനൊന്നും ഇറങ്ങാറില്ല. ഇപ്പോൾ 3 മക്കളുടെ കാര്യങ്ങളാട്ടെ സ്കൂളിൽ ചേർത്തുക, കൊണ്ടുപോവുക, അവിടെയൊക്കെ റെഡിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോളായാലും നീനായാലും ഇതുമൂലമൊക്കെ ചെയ്യാറുള്ളത്. എന്നെ കൊണ്ടാണ് പുറത്തേക്ക് ഇതുവരെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവളെയും കൊണ്ടുപോയി ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ അവർ തിരിച്ച് വന്ന് ചേർത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പം തന്നെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. യൂണിഫോമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടുത്ത ആഴ്ച എത്തും, വിവരം അറിയിക്കുക. അപ്പോൾ വന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഐറൂസിനെയൊക്കെ കുളിപ്പിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോഴാട്ടോ അവർ വന്നത്. കണ്ട പാടെ ഐറൂസ് ഉമ്മോ എന്ന് വിളിച്ചിട്ട് അവളെ മേലേക്ക് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബുക്ക് കിട്ടിയപ്പോൾ തന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ. കാരണം ഈ പണ്ടത്തെ എന്തായാലും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഈ ഒരു ബുക്ക് കിട്ടുക, അത് പൊതിയുക, ബാഗാക്കി അങ്ങനെ സ്കൂൾ തുറക്കണത് വെയിറ്റ് ചെയ്ത് നിൽക്കുക, ആ മഴയത്ത് ആ കുടയും പിടിച്ച് സ്കൂൾക്ക് പോവുക, അതൊക്കെ എന്നായാലും നമുക്കൊരു നൊസ്റ്റ് തന്നെയല്ലോ അല്ലേ. അപ്പോൾ ബുക്ക് കണ്ടപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇനിയിപ്പോൾ അവൾക്ക് പൊതിയ വെക്കണം. ഇപ്പോൾ പിന്നെ കലണ്ടർ കൊണ്ടൊന്നും പൊതിയാൻ പറ്റില്ലല്ലോ. ഇനി അതിനുള്ള പേപ്പറൊക്കെ വാങ്ങി പൊതിഞ്ഞ് സെറ്റാക്കി കൊടുക്കണം. സ്കൂൾ തുറക്കാനായില്ലേ.